പുത്രനും ഭാര്യയും ബന്ധുക്കളും മറ്റുമൊത്തുള്ള ജീവിതം സ്വച്ഛമാണെങ്കിലും നിഷ്കാമകർമ്മത്തെ പുൽകുന്നില്ല നാം എത്രയും സ്വാർത്ഥതയോടെ വസിപ്പോ. കായബലം തന്നെ ശ്രേഷ്ഠമെന്നോർത്ത് കാലങ്ങൾ തോറും ദുഷ്കർമ്മങ്ങൾ ചെയ്ത് കൂട്ടുകാരൊത്തു കേളികളാടി കാലധർമ്മം പോകി ജനിക്കുന്നു പിന്നെയും. കർമ്മബന്ധങ്ങളിൽ കാംക്ഷയില്ലാതെ നിർമ്മലചിത്തനായി ഈശനെ പ്രാപിച്ച് സർവകാലത്തിലും ജീവിക്കും മാനുഷൻ നിർവാണം പ്രാപ്തമാക്കിയിടുന്നു നിർണയം. ഇങ്ങനെയേറെ കാര്യങ്ങൾ ചൊല്ലി ചിന്മയനായ നിശാകരമാമുനി എന്നെ അനുനയിപ്പിച്ചനുഗ്രഹിക്കയാൽ ഇന്ന് ജീവിക്കുന്നു ഈ ശൈലശൃംഗത്തിൽ. തൻ കഥ ചൊല്ലിയ ഗൃധ്രപ്രവരനോടൻപോടു ചൊല്ലി അങ്കദനുമപ്പോൾ നിന്നരുമയായ അവരജൻ ശ്യേനൻ ഇന്നീ ഭുവനത്തിൽ വാഴുന്നില്ല സഖേ. പങ്ക്തിമുഖനായ പൗലസ്ത്യവംശജൻ പുഷ്പകയാനം തന്നിലെത്തി ജാനകിയെ കൊണ്ടുപോകുമ്പോൾ തടുത്താൻ അനുജന്റെ പക്ഷം മുറിച്ചു കളഞ്ഞു നിശാചരൻ. രാമരാമേതി ജപിച്ചുകൊണ്ടന്യുഹം ശ്വേനൻ ജടായു പ്രാർത്ഥിച്ചിരിക്കെ ഭൂമിയെ ത്രാണനം ചെയ്യും രാമനോട് സീതാവൃത്താന്തങ്ങൾ ചൊല്ലാൻ വഴിയായി. ഏറെ കഴിയാതെ അങ്ങത്യയം പ്രാപിച്ച ശ്വേനശ്രേഷ്ഠൻ തന്നംഗമെടുത്ത് രാമനും അനുജനും അഗ്നി ജ്വലിപ്പിച്ച് അന്ത്യകർമ്മങ്ങൾ ചെയ്തു യഥായോഗ്യം. തൻ പ്രിയ സോദരൻ മൃത്യുവരിച്ച ദുഃഖകഥ കേട്ട് പത്രിപ്രവരൻ തൻ പ്രിയനവരജനുതക ക്രിയ ചെയ്യാൻ അർത്ഥിച്ചു കവിപുങ്കവരോട്. ശാഖാമൃഗങ്ങളെല്ലാവരുമൊത്ത് ശ്രേഷ്ഠനാം സമ്പാദി തന്നുടേ ദേഹം സാഗര തീരെ എടുത്തുവെച്ച ശേഷം സോദരൻ തൻ അന്ത്യകർമ്മങ്ങൾ ചെയ്യിച്ചാർ. ഈ സാഗരം താണ്ടി അങ്ങെത്തുമ്പോൾ കാണുന്ന കശ്മാഭൃത്തന്നിലെ ലങ്കാനഗരിയിൽ സീത വസിപ്പൂ രാമനെ ധ്യാനിച്ചെന്ന വൃത്താന്തമറിയിച്ചു ഗൃധ്രജൻ. സീത തൻ വൃത്താന്തം ചൊന്നപ്പോൾ തന്നെ ശ്വേനൻ സമ്പാദിതൻ പക്ഷം മുളച്ച് ആകാശമാർഗേ പറന്നു ഗമിച്ചവൻ രാമനാമാമൃതമോദിക്കൊണ്ട്. കവികളുടെ സമുദ്രലംഘന ചിന്ത. സാഗര തീരത്തു നിന്ന് കവിവരർ സാഗരം താണ്ടുവാൻ പോംവഴി ചിന്തിച്ചങ്ങാമനസ്യം പൂണ്ടങ്ങിരിക്കുന്ന നേരം വാസവ പൗത്രനാമങ്കദൻ ചൊല്ലി ശക്തിയും വേഗവും പാരമുള്ള നിങ്ങൾ എത്ര യോജന താണ്ടുവാനൊക്കുമെന്നെത്രയും വേഗമറിയിക്കൂ സഹചരേ. മർക്കട വീര പരാക്രമികളല്ലോ നാം. 10ഉം 20ഉം 30ഉം മറ്റും പറ്റുകയുള്ളെന്നാകീശർ തൻ വാക്യം കേട്ടെത്രയും വേഭതു പൂണ്ടിട്ട് ജാമ്പവാനിത്ത മുര ചെയ്തു മാരുതിയോട്. എന്തുമൂലം സഖേ നീ മിണ്ടാതിരിക്കുന്നു? ഇന്ദുചൂടന്റെ തനയനല്ലോ നീ. കേസരി നന്ദനൻ പ്രാണവായു സുതൻ ആശിച്ചതെല്ലാം നേടാൻ തികഞ്ഞവൻ. പണ്ട് നീ പകലോനുദിക്കുന്നത് കണ്ട് പക്വഫലമെന്ന് ചിന്തിച്ചുറച്ച് ഭക്ഷിക്കുവാനായി 100ഓളം യോജന പാരം വേഗത്തിൽ ചാടിയെന്നറിയുന്നു. അന്നേരം ജിഷ്ണു തൻ ചക്രായുധത്താൽ മന്നിടം തന്നിൽ നീ മൂർച്ഛിച്ചു വീണപ്പോൾ മന്യം പൂണ്ട കാറ്റ് നിന്നെയും കൊണ്ട് മഞ്ഞിൻ കീഴ്ലോകെ ഗമിച്ചു വേഗേന. ലോകാധിപന്മാരാം ബ്രഹ്മനും വിഷ്ണുവും ദേവേന്ദ്രനും മറ്റു ദേവഗണങ്ങളും എല്ലാം മനസ്താപം പൂണ്ട് നിനക്കന്യോനം നൽകി സർവവരങ്ങളും. ചിത്തം നിറഞ്ഞ രാമഭക്തിയുമായി എക്കാലവും നീ പാദസേവ ചെയ്യും. നീ ഇച്ഛിക്കുന്ന മൂലം നിന്റെ സതുദ്യമം നിഷ്ഫലകുമില്ലെന്നറിക സഹോദരാ.
കഞ്ചതനയന്റെ വാക്കുകൾ കേട്ടങ്ങഞ്ചസാ ധൈര്യം ലഭിച്ച ഹനുമാനങ്ങ് ആകാശത്തോളം വളർന്നങ്ങതിവേലത്തോടെ ചാടാനൊരുങ്ങി. അർണവം താണ്ടി ലങ്കാപുരി പൂകി അരക്കവംശത്തെ എല്ലാം ഒടുക്കി ജാനകി ദേവിയെ കൊണ്ടുവരുവാൻ സാധിച്ചിടുമെന്നോതി ഹനുമാൻ.